ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം, എപ്പിസ്റ്റൽ ഓഫ് ഹീബ്രു ചാപ്റ്റർ 2. 9-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. എന്ത് മരണം ആസ്വദിക്കുകയോ? എന്ത് അസംബന്ധമാണിത് എന്ന് നിങ്ങൾ അഭിപ്രായപ്പെട്ടാൽ അത്ഭുതമേ വേണ്ട. മരണത്തിൽ നിന്ന് ഒളിച്ചോടുവാനായി മനുഷ്യർ എന്തെല്ലാം തത്രപ്പെടുന്നു. നീണ്ട ആയുസ്സും മരണത്തെ അല്ലെങ്കിൽ അന്ത്യത്തെ താമസിപ്പിക്കുക എന്നത് തന്നെ ടിവിയിലെയും മറ്റ് പരസ്യങ്ങളുടെയും അടിസ്ഥാന മനഃശാസ്ത്രമാണ്. എന്നാൽ ഈ വേദഭാഗത്തെ വൈരുദ്ധ്യം യേശു മരണം ആസ്വദിക്കാൻ വന്നു, അതിനെ ആസ്വാദികരമാക്കി മാറ്റി എന്നത് മാത്രമല്ല, അതിനാൽ അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുകയും ചെയ്തു. മിഡാസ് രാജാവിൻ്റെ കഥ നാം എല്ലാം കേട്ടിട്ടുണ്ട്. താൻ തൊട്ടതൊക്കെ സ്വർണ്ണമായി തീരണം എന്ന വരം അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ തനിക്ക് ആഹാരം പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയായി. കാരണം താൻ തൊട്ട ആപ്പിൾ പഴം പോലും സ്വർണ്ണമായി. തൻ്റെ മകൾ അറിയാതെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയ നിമിഷം അവളെ വാരിപ്പുണർന്ന മിഡാസ് അവളെയും ഒരു സ്വർണ്ണ പ്രതിമയാക്കി മാറ്റി. താങ്ങാനാവാത്ത ദുഃഖം വന്ന മിഡാസ് തൻ്റെ വരം മാറ്റണമെന്ന് ദൈവത്തോട് യാചിക്കുന്നതാണ് കഥയുടെ അവസാനം. ഒരു തരത്തിൽ യേശുവും തൊട്ടതെല്ലാം പൊന്നാക്കിയില്ലേ? തൻ്റെ സ്പർശനത്തിൽ കുരുടർ കാഴ്ച പ്രാപിച്ചു, രോഗികൾ സൗഖ്യമായി, ഹൃദയഭാരമേറിയവർക്ക് പ്രതീക്ഷയേകി അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകർന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ യേശു അതിലൂടെ ജീവനാണ് നൽകിയത്. മിഡാസിനെ പോലെ നിശ്ചലത്വം ജീവനില്ലായ്മയുമല്ല. മനുഷ്യൻ ഏറ്റവും ഭയന്ന മനുഷ്യ ജീവിതത്തെ വയലിലെ പൂ പോലെ ക്ഷണകമാക്കിയ മരണം യേശുവിൻ്റെ സ്പർശനത്താൽ പ്രതീക്ഷയുടെയും അസ്തമിക്കാത്ത ജീവൻ്റെയും കിളിവാതിലാക്കി മാറ്റി. അന്ത്യത്തെ ആദിയും അന്തവുമില്ലാത്തവൻ ഇല്ലാതാക്കി. മരണത്തോടുള്ള ഭയം, ആ ഭയത്തോടുള്ള അടിമത്തം തുടങ്ങിയവ നീക്കാൻ, അതിനപ്പുറത്തേക്ക് താൻ ഒരുക്കി വച്ചിരിക്കുന്ന മഹത്വത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുവാൻ താനും ജഡരക്തങ്ങളോട് കൂടിയ മനുഷ്യനായി. പ്രിയരെ, നാം കുട്ടികളായിരുന്നപ്പോൾ ഇരുട്ട് ഭയന്നിരിക്കണം. രാത്രിയിൽ ഗേറ്റ് പൂട്ടുവാൻ പറഞ്ഞാൽ നാം ഭയന്ന് നിന്നിട്ടുണ്ടാവും. എന്നാൽ അന്ധകാരത്തോടുള്ള ഭയം മാറ്റുവാനായി മാതാപിതാക്കൾ നമ്മോടൊപ്പം വന്നപ്പോൾ ഭയവും ഇല്ലാതാവുകയും ചെയ്തു. എബ്രായ ലേഖകൻ അഭിപ്രായപ്പെടുന്നത്, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമായിരുന്ന മരണത്തെ ഭയക്കേണ്ടതില്ല, താൻ അതിലും മാറിമയും ബലവുമുള്ളവനാണ് എന്ന് കാട്ടിത്തരുവാൻ ദൈവം നമ്മെപ്പോലൊരാളായി എന്നാണ് അവൻ നമ്മോട് പറയുന്നത്. നമ്മോടൊപ്പം ജീവിച്ച് നാം ഭയന്നതിനെ തൻ്റെ ശക്തിയാൽ നേരിട്ട് കീഴടക്കി. തന്നോടൊപ്പം ജീവിക്കുമ്പോൾ, തന്നിൽ വിശ്വസിക്കുമ്പോൾ, താൻ ഭയന്നിരുന്ന മരണം എന്ന വിപത്ത് തന്നോടൊപ്പമുള്ള വാസത്തിലേക്കും താൻ ഒരുക്കിയിരിക്കുന്ന നിത്യജീവനിലേക്കും ഒരു കവാട മാത്രമായിരിക്കും. പ്രിയരെ, തൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവം നമ്മെ മഹത്വത്തിന് പങ്കാളികളാക്കി. നമ്മെ പങ്കാളിയാക്കിയ ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഈ നോമ്പ് കാലത്ത് അവൻ്റെ പീഡാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും നൽകുന്നതായ പ്രത്യാശയെ നമുക്ക് ധ്യാനിക്കാം. ഈ സൗജന്യ ദാനത്തിൻ്റെ നിലയ്ക്കാത്ത ചാലകങ്ങളായി നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മരണത്താൽ എൻ്റെ മരണം മാഞ്ഞുപോയി. നിത്യജീവൻ്റെ കവാടം നീ എനിക്കായി തുറന്നിരിക്കുന്നു. ഞാനും
എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഈ കവാടത്തിലൂടെ നിൻ്റെ മഹത്വത്തിൻ്റെ പങ്കാളികളായി പ്രവേശിക്കുവാൻ ഇടയാകുമാറാക്കണമേ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയേകുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.